ഏതു നേരവും അന്യരിൽ നന്മകൾ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി ചന്ദനപ്പള്ളി വലിയ പള്ളിയിൽ ചെമ്പെടുപ്പ് റാസ ആഘോഷപൂർവ്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെമ്പെടുപ്പ് റാസയുടെ ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി അല്പ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രീകരിച്ച് നൽകുന്നതാണ്. ഇപ്പോൾ നാം കാണുന്നത് ചന്ദനപ്പള്ളിയിൽ നിന്നും ഈ തിരുദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്ന വഴിത്താരയിലെ വിശ്വാസികളുടെ തിരക്കാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന പുണ്യസ്ഥലമായതുകൊണ്ട് തന്നെ ഇത്തരം ഉത്സവ മേഖലകളിൽ കച്ചവടാദി കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന സഹോദരങ്ങൾ ഒരുപാട് പേർ പലതരത്തിലുള്ള കടകൾ ഈ വഴിത്താരയുടെ ഇരുവശങ്ങളിലുമായും ഒരുക്കിയിട്ടുണ്ട്. വീട്ടുപകരണങ്ങളും കാർഷിക വിളകളും അടക്കം ധാരാളം മധുരപലഹാരങ്ങളും കുഞ്ഞുങ്ങൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഒക്കെയായി ഉത്സവ അന്തരീക്ഷത്തിന് മാറ്റുകൂട്ടാൻ ഉതകുന്ന വിവിധ തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഈ വഴിത്താരയുടെ ഇരുവശങ്ങളിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. ദേവാലയത്തിനുള്ളിലെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീണ്ടും ദേവാലയത്തിൻ്റെ ഉള്ളിൽ ധാരാളം വിശ്വാസികൾ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിലൂടെ ഉടയ തമ്പുരാന്റെ ലോക രക്ഷകന്റെ സർവവിധമായ ആശീർവാദവും ഏറ്റുവാങ്ങുന്നതിനായി കാത്തു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. റോമ ചക്രവർത്തി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ ഉന്മൂല നാശം വരുത്താൻ ഒരുങ്ങിയപ്പോൾ ആത്മീയതയുടെ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ആത്മീയതയുടെ ഉരുക്ക് കിരീടം വെച്ചുകൊണ്ട് അതിനെ എതിർത്ത് ഇല്ലാതാക്കുവാൻ ശ്രമിച്ചയാളാണ് ഗീവർഗീസ്. പക്ഷേ കൽത്തുറിങ്കിലെ ജീവിതവും നിരന്തരമായ പീഡാനുഭവങ്ങളുമായിരുന്നു ഗീവർഗീസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒടുവിൽ വധശിക്ഷയ്ക്ക് അദ്ദേഹം പാത്രമാവുകയാണ്. ഇത്രാം നാളിൽ ഇത്ര സമയത്ത് ഇന്ന ഇടത്ത് വെച്ച് നിന്നെ വധിക്കുവാൻ രാജകൽപ്പന ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം ഗീവർഗീസിനെ അറിയിക്കുകയും നിന്റെ യാത്രയ്ക്കുള്ള സമയം സമാഗതമായി എന്ന് ഭടന്മാർ ഗീവർഗീസിനെ അറിയിക്കുകയും ചെയ്തപ്പോൾ ആ ഭടന്മാരോട് ഗീവർഗീസ് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ദൈവത്തോട് എനിക്ക് വേണ്ടിയും എന്നെ പോലുള്ള പാപികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ അല്പസമയം അനുവദിച്ചു തരണം. നിന്റെ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചു കൊള്ളാൻ ആ ഭടന്മാർ അനുമതി നൽകി. വിശുദ്ധൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അന്ത്യ സന്ദേശമെന്ന നിലയിൽ ഹൃദയസ്പർശിയായി പറഞ്ഞ വാക്കുകൾ എന്നും നമ്മിൽ നിറവോടെ നിൽക്കേണ്ടതാണ്. ദൈവമായ കർത്താവേ, എന്നെ ചെവിക്കൊള്ളണമേ. എന്തെന്നാൽ എൻ്റെ ശവം എടുക്കുവാനായിട്ട് പലരും ഒരുങ്ങി നിൽക്കുന്നു. എൻ്റെ ശരീരവും അസ്ഥികളും ലോകമൊക്കെയ്ക്കും മതിയാകയില്ല. ദൈവമായ കർത്താവേ, ഈ യാചന എനിക്ക് നീ ചെയ്തു തരയണമേ. ഞെരുക്കത്തിലോ ഭയങ്കര സ്വപ്നത്തിലോ ഭയത്തിലോ എൻ്റെ നാമം ഓർക്കുന്ന എല്ലാവനും നന്മയുണ്ടാകുകയും ദുഷ്ടകാഴ്ചകൾ അവനിൽ നിന്ന് നീങ്ങി പോകുകയും ചെയ്യണമേ. പ്രിയ വിശ്വാസികളെ, വിശുദ്ധ ഗീവർഗീസിന്റെ ഈ വാക്കുകൾ ആവർത്തിച്ച് നമ്മൾ ഓർക്കേണ്ടതാണ്. കർത്താവിനോട് എന്താണ് ഗീവർഗീസ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ കർത്താവേ, എൻ്റെ നാമം ഓർക്കുന്ന എല്ലാവനും നന്മയുണ്ടാകണമേ. ആ നന്മയാണ് ചന്ദനപ്പള്ളിയിലെ ഈ വലിയ പള്ളിയിൽ ആത്മീയതയുടെ അനുഗ്രഹമായി പൂത്ത് ഉലയുന്നത്. ദൈവമായ കർത്താവേ, വായുവിൽ മേഘങ്ങൾ കട്ടിയായി കൂടുമ്പോൾ ഒരുത്തനെ എൻ്റെ നാമം ഓർത്താൽ അവന്റെ തോട്ടങ്ങളിലും വയലുകളിലും കൽമഴ ഉണ്ടാകരുതേ. എത്ര ആത്മാർത്ഥത നിറഞ്ഞ ലോക നന്മയ്ക്കായി സർവവും സമർപ്പിച്ചിരിക്കുന്ന ഒരു വിശുദ്ധന്റെ അന്ത്യ പ്രാർത്ഥന മൊഴികളാണിവ. എന്നെ പ്രാർത്ഥിക്കുന്നവന് അല്ലെങ്കിൽ എൻ്റെ നാമം ഓർക്കുന്നവന് ഒരു തരത്തിലുമുള്ള ക്ലേശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അല്ലയോ കർത്താവേ നീ കാവലാകണമേ എന്നാണ് വിശുദ്ധ ഗീവർഗീസ് പ്രാർത്ഥിക്കുന്നത്. ഗീവർഗീസിന് അവൻ പോരാട്ട ദിവസത്തിൽ ഓർമ്മയും കുർബാനയും കഴിയുന്നവന്റെ പോരാട്ട ഭവനത്തിൽ യാതൊരു ഉപദ്രവവും ഉണ്ടാകരുതേ. അവന് കുരുടനും തളർന്നവനും ചെകിടനും ജനിക്കരുതേ. അവൻ ഉപദ്രവിക്കപ്പെടരുതേ.
നീ അനുഗ്രഹമുള്ള ദൈവമാകൊണ്ട് അവന്റെ പാപങ്ങളെ അവനോട് നീ ഓർക്കുകയുമരുതേ. മനുഷ്യൻ മാംസവും രക്തവുമാകുന്നു എന്നു നീ ഓർക്കണമേ. കർത്താവേ, നിന്റെ തിരുനാമം നിമിത്തം കരുണ ചെയ്യണമേ. ഇത്രയുമെല്ലാം പ്രാർത്ഥനകൾ കർത്തൃസന്നിധിയിൽ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഗീവർഗീസിനോട് കർത്താവ് അരുളി ചെയ്യുകയാണ്, വിശുദ്ധ ഗീവർഗീസേ, പറുദീസായിലേക്ക് പ്രവേശിക്കുക. വരിക, നല്ല വേലക്കാരനും ധൈര്യമുള്ള ഭടനുമേ, ജീവന്റെ പറുദീസായിലേക്ക് പ്രവേശിച്ചു ആനന്ദപ്രദമായ സ്ഥലത്ത് ആശ്വസിക്കുക. വളരെ ഞെരുക്കങ്ങളിൽ അകപ്പെട്ട നിന്റെ മധ്യസ്ഥതയാൽ എന്റെ നാമം ഓർക്കുന്നവൻ സകല ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടുമെന്നും അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുമെന്നും ഞാൻ ഉറപ്പു തരുന്നു. എന്തെന്നാൽ ഞാൻ അനുതാപികളുടെ ദൈവമാകുന്നു. ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളെ പ്രിയ സജ്ജനങ്ങൾ, ഈ മഹാസത്യം നാം തിരിച്ചറിയണം. വിശുദ്ധ ഗീവർഗീസിനോട് എന്റെ നാമം ഓർക്കുന്നവൻ സകല ഞെരുക്കങ്ങളിൽ നിന്നും രക്ഷപ്പെടും, അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഞാൻ അനുതാപികളുടെ ദൈവമാകുന്നു. അനുതാപികളുടെ ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് വിശുദ്ധനായ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിച്ച് ശേഷിക്കുന്ന ജീവിതത്തിന് എല്ലാവിധമായ ഐശ്വര്യവും നേടുന്നതിനാണ് ഈ വിശ്വാസികൾ ഈ ദേവാലയ സന്നിധിയിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നതും ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും പ്രാർത്ഥനാപൂർവം പങ്കെടുക്കുന്നതും. ദൈവത്തിന്റെ ശബ്ദമടങ്ങിയപ്പോൾ വിശുദ്ധൻ സ്വർഗത്തിലേക്ക് നോക്കി കുരിശു വരച്ചു. യാതൊരു മടിയും ഭയവും കൂടാതെ ദൈവത്തിൽ പ്രത്യാശയും മനസ്സും വെച്ചു ഭടന്മാർക്ക് മുമ്പിലേക്ക് നീങ്ങി നിന്നു. വിശുദ്ധന്റെ ശിരസിൽ പടയാളികളുടെ വാൾ പതിച്ചു. സത്യത്തിൽ വാൾ കൊണ്ടുള്ള ഒരു കിരീടമാണ് വിശുദ്ധന്റെ ശിരസിൽ അവർ അർപ്പിച്ചത്. സജ്ജനങ്ങളെ, ഈ വാക്കുകൾ പറയുമ്പോൾ രോമാഞ്ചമുണ്ടാവുകയാണ്. ഗീവർഗീസിന്റെ ശിരസിലേക്ക് ഭടന്മാർ മൂർച്ചയേറിയ വാള് പതിപ്പിച്ചപ്പോൾ വാസ്തവത്തിൽ ഗീവർഗീസിന്റെ ശിരസിൽ അനുഗ്രഹത്തിന്റെയും വിശുദ്ധിയുടെയും തൃപ്തിയുടെയും അതിമനോഹരമായ സ്വർണ്ണ കിരീടമാണ് പറുദീസയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അടയാളമായി കർത്താവ് സമ്മാനിക്കുന്നത്. അങ്ങനെ പീഡാനുഭവങ്ങളിലും സത്യത്തെയും ധർമ്മത്തെയും ന്യായത്തെയും നീതിയെയും വെടിയാതെ പീഡാനുഭവങ്ങളുടെ അനുസ്യൂതമായ ആവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴും നന്മയ്ക്കു വേണ്ടി, വെളിച്ചത്തിനു വേണ്ടി, ശരിക്കു വേണ്ടി നിലയുറപ്പിച്ച വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാമത്തിൽ തിളങ്ങി നിൽക്കുന്ന ദേവാലയം, ആ തിരുശേഷിപ്പിനാൽ ആത്മീയ സമൃദ്ധി നിറഞ്ഞു തുളുമ്പുന്ന ദേവാലയം, അതാണ് ചന്ദനപ്പള്ളി വലിയ പള്ളി. ആ വലിയ പള്ളിയിലെ ഓർമ്മ പെരുന്നാൾ ആഘോഷങ്ങളുടെ 2ാം ദിവസമായ മെയ് 8 വൈകുന്നേരത്ത് നടക്കുന്ന ചെമ്പെടുപ്പ് റാസ ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ചെമ്പെടുപ്പ് റാസ ദേവാലയാങ്കണത്തിൽ നിന്നും പുറപ്പെട്ട് ചന്ദനപ്പള്ളി ജംഗ്ഷനിലേക്ക് നീങ്ങുന്ന ദൃശ്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി സമ്മാനിച്ചിരുന്നു. ഇനിയിപ്പോൾ ആ റാസ ചെമ്പിൻമുട്ടിലേക്ക് നീങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്നും ആ ചെമ്പ് എടുത്തുകൊണ്ട് പ്രാർത്ഥനാപൂർവം ആഘോഷപൂർവം കൽക്കുരിശിന് സമീപത്തേക്ക് കുതിരപ്പുരയുടെ അടുത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഉടൻ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി ലഭ്യമാക്കുന്നതാണ്. ഈ തത്സമയ സംപ്രേഷണം നൽകുമ്പോൾ ഒരു വലിയ അധ്യാപകന്റെ നാമം ഞാൻ ഓർക്കുന്നു. ഈ നാടിൻ്റെ ചന്ദനഗന്ധമുള്ള ചരിത്രവും മഹിമയും പാരമ്പര്യവും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള എല്ലാ തരത്തിലും പെട്ട ജനങ്ങളെ തൻ്റെ എഴുത്തിലൂടെ, തൻ്റെ പ്രസംഗങ്ങളിലൂടെ, തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ അറിയിച്ച ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി സാർ, പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിലെ ഏറ്റവും ആദരവ് ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ആ അധ്യാപക ശ്രേഷ്ഠൻ. ചന്ദനപ്പള്ളി എന്ന പേര് ഈ തിരുദേവാലയത്തിനോട് ചേർത്ത് നാം കേൾക്കുമ്പോൾ ബഹുമാനത്തിൻ്റെയും അധ്യാപകരോടുള്ള ആദരവിൻ്റെയും ഏറ്റവും ഉന്നത രൂപവും ഭാവവുമായിരുന്ന
ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി സാറിനെയും അതിനോടൊപ്പം ഓർക്കുകയാണ്. ഈ ഗീവർഗീസ് സഹദായുടെ ചരിത്രം പുസ്തക രൂപത്തിൽ ലോകത്തിന് സമ്മാനിച്ചത് ഡോക്ടർ സാമുവൽ ചന്ദനപ്പള്ളി സാറാണ്. സാറിൻ്റെ ദീപ്ത സ്മരണയ്ക്ക് മുമ്പിൽ ഈ തത്സമയ സംപ്രേഷണത്തിനിടയ്ക്ക് സാറുമായി ഏറെ പരിചയമുണ്ടായിരുന്ന ഒരു എളിയവൻ എന്ന രീതിയിൽ ആ ദീപ്തസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഈ തിരുസന്നിധിയിലേക്ക് ഇപ്പോഴും ഭക്തജനങ്ങൾ, വിശ്വാസികൾ ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥനയും മറ്റ് ചടങ്ങുകളിലുമെല്ലാം പങ്കെടുത്ത വിശ്വാസികൾ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് ചെമ്പിൻമൂട്ടിലെത്തി ചെമ്പുകളിലേക്ക് നേർച്ച അരി സമർപ്പിച്ച് തൃപ്ത മനസ്സോടുകൂടി ചെമ്പെടുപ്പ് റാസ കടന്നു വരുന്നത് കാണുവാൻ നിർനിമേഷരായി കാത്തു നിൽക്കുന്നു. വഴിയോരത്തിന് ഇരുവശങ്ങളിലുമുള്ള കടകളിൽ പലതരത്തിലുമുള്ള വ്യാപാരങ്ങൾ ഭംഗിയായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകൃതി ഇന്നലെ ഈ സമയത്തൊക്കെ നനഞ്ഞു കുതിർന്നു നിന്നിരുന്ന പ്രകൃതി ഇന്ന് സന്തോഷത്തോടെ ചിരിച്ച് ഉല്ലസിച്ച് നിൽക്കുന്നു. ഈ ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ ചെമ്പെടുപ്പ് റാസയുടെ തുടർന്നുള്ള ദൃശ്യങ്ങൾ താമസം വിനാ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി സമ്മാനിക്കുന്നതാണ്. എന്നെ നീ ചേർത്തതും പറയുന്നോതി നീ എന്നെ വിളിച്ചതും ഓർക്കാതെ ഞാനോ തള്ളിപ്പറഞ്ഞു പോയി. അനുതാപിയാമെന്നെ നിന്നോടു ചേർക്കണേ. മാപ്പു നൽകണമേ, മാപ്പു നൽകണമേ, മാപ്പു നൽകണമേ, കണ്ണീരുമായിക്കണേ. പാലാ ചങ്ങനാശ്ശേരി കരിക്കിനി ഒരുക്കിയിരിക്കുന്നു ദ